പഴയ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ പറയുന്നത് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. പറഞ്ഞത് പാകിസ്ഥാനോടാണ്. എന്താണ് അതിനകത്തൊരു മുന്നറിയിപ്പുണ്ടല്ലോ? എന്താണ് ജയശങ്കർ ഉദ്ദേശിക്കുന്നത്? അത് വളരെ വിസിബിൾ ആണല്ലോ. പഴയ ഇന്ത്യ എന്ന് വെച്ചാൽ പൊതുവേ നമുക്ക് പാകിസ്ഥാൻ അടിക്കാൻ ശേഷി ഉണ്ടെങ്കിലും അവർക്ക് നമ്മളൊരു മര്യാദ കൊടുത്തിരുന്നു. അതായത് ഇങ്ങോട്ട് വന്ന് ചോദ്യമൊക്കെ കൊണ്ടിരുന്നാലും ഈ ശിശുപാലന് ശ്രീകൃഷ്ണൻ കൊടുത്ത വരണ്ടല്ലോ 100 തെറ്റുകൾ പുറക്കാറുണ്ട്. അതുപോലെ ആയിരുന്നു കോൺഗ്രസ് ആണെങ്കിലും വാജ്പേയി ആണെങ്കിലും ജനതാ ഗവൺമെൻറ് ആണ് അവരോടടുത്ത നിലപാടതായിരുന്നു. അമ്മാരിങ്ങനെ ഈ പിള്ളേരല്ലേ, പിള്ളേർ പുതിയ രാജ്യമല്ലേ, അമ്മാരിങ്ങനെ ചൊറയാണെങ്കിൽ ചൊറഞ്ഞോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പഴുതി കൂടുതൽ ചൊറന്നാൽ അടി കൊടുത്താൽ മതി എന്നുള്ള ലൈനായി പോയിക്കൊണ്ടിരുന്നു. അത് അവന്മാർക്ക് ഭയങ്കര സൗകര്യമായിരുന്നു. അമ്മാരിവിടെ വന്ന് നിഴൽയുദ്ധം നടത്തും, സകല ഉടായ്പും കാണിക്കും, ഇവിടെ അത് ഫണ്ട് ചെയ്യും, ഇവിടെ ഗുണ്ടകളെ അവർ പ്രൊമോട്ട് ചെയ്യും, ഇവിടെ എസ്പിനേഷ് ചെയ്യും, അരവൃത്തി ചെയ്യും. ഇതൊക്കെ ഇത് നമ്മൾ വലിയ ശക്തമായ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ വേറെ രാജ്യമാണെങ്കിൽ ആ പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ സമയത്ത് അവർ യുദ്ധം ചെയ്യേണ്ടതാണ്. അന്ന് വാജ്പേയി ആയിരുന്നു. ഓപ്പറേഷൻ പരാക്രമം എന്ന് എല്ലാം സജ്ജാക്കി വെച്ചിട്ട് ഒഴിവാക്കി കളഞ്ഞാണ്. മറ്റൊന്നും കൊണ്ടല്ലോ ഒഴിവാക്കി. അവരതിലും സാധനമുണ്ട്, നമ്മളതിലും സാധനമുണ്ട്, കൈവിട്ടു എന്നുള്ളതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ബോംബെ ഭീകരാക്രമണം നടന്ന സമയത്ത് നമുക്ക് കാരണം ഉണ്ടായത്. അമേരിക്ക ആണെങ്കിൽ ബോംബിട്ട് നശിപ്പിച്ച് കളയുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ക്ഷമിച്ചതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ പരമാവധി ഇത്രേ ചെയ്യുന്നൊരു ഫീൽ അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും അവർ നെഹ്റു ഉൾപ്പെടെ കുറ്റം പറഞ്ഞ് നടക്കുകയും ചെയ്യും. നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെ അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി വരുന്നത്. മോഡി ഇവരൊക്കെ പോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മോഡി ഇവരെ പോലെ ആയിരുന്നില്ല. മോഡി ഇവരൊന്നും കൊണ്ടടിച്ച് വന്നാൽ രണ്ടെണ്ണം അങ്ങോട്ട് പോകുന്ന ടൈപ്പാണ്. അതിന് കൂടുതലുള്ള അമിത്ഷാവും ഡോവലുമാണ്. ഡോവലിനെ കുറേ കാലം ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുക. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഡോവലിനെ ഇവർ പറഞ്ഞൊരു ഹോക്കിഷ് എന്നാണ്, പ്രാപ്പിടിയൻ. ഇൻ്റലിജൻസ് സർക്കിളിൽ അതേപോലെ ഹോക്കിഷ് എന്നാണ്. അവർ ഈ മറ്റവരൊക്കെ ഡോവായിരുന്നു. അപ്പം ഈ ഡോവുകളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, പ്രാവുകളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് അവർക്ക്, പ്രാപ്പിടിയൻ. അപ്പോൾ അപ്പുറത്ത് മോഡി അമിത്ഷായാണ്, ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒന്നും കൂടെ അടിച്ചാൽ ഇവിടെ ഒരു ഫുൽബാ സംഭവിച്ചു, അവിടെ ബാലക്കോട്ട് സംഭവിച്ചു. മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ശത്രുക്കൾ വെടികൊണ്ട് വരികയും ലോകത്തെ പല രാജ്യത്തെ രാഷ്ട്രീയത്തെ ഇന്ത്യ നേരിട്ട് പണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ ശ്രീലങ്ക ചെയ്തിട്ടുണ്ട്, ഭൂട്ടാനിൽ ചെയ്തിട്ടുണ്ട്, നേപ്പാളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതല്ല. ഇപ്പോൾ കടന്ന് യൂറോപ്പിൽ വരെ അത് കളി തുടങ്ങി, കാനഡയിൽ എത്തി കളി തുടങ്ങി. ഇന്ത്യൻ ഡയസ്പോറ തന്നെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്ത് ഈ ഇന്ത്യൻ കുടിയേറ്റക്കാർ പലപ്പോഴും അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു, സപ്പോർട്ട് ചെയ്യണമെന്നു. നെഹ്റു അവരോട് പറഞ്ഞത്, നിങ്ങൾ ആ രാജ്യത്തെ പൗരന്മാരാണ്, അവിടുത്തെ പൗരന്മാരെ എന്നാൽ മതി, ഇടയ്ക്ക് നാട്ടിൽ വന്ന് പോയിക്കോ, ഓണാഘോഷം വിഷുവാഘോഷം അതിനൊന്നും പ്രശ്നമല്ല, അവിടെ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് നെഹ്റു പ്രൊമോട്ട് ചെയ്യാതിരുന്നത്. കാരണം സ്വാഭാവികമായിട്ടും സായിപ്പ് ബ്ലഡി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾ ആ രാജ്യത്തെ പൗരനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു സ്വം എന്ന സാധനം വളർത്തിയിട്ടുണ്ട്. അപ്പം പിറന്ന മണ്ണിനോട് മോഡി പക്ഷേ നേരെ ഓപ്പോസിറ്റ്, ഈ ദേശീയ സംസ്കാരത്തെ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റൊക്കെ വന്നതോടുകൂടി വളരെ സജീവമാണ്. പിന്നെ ഈ രാജീവ് മൽഹോത്ര എന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ, ഈ അർബൻ നെക്സൽ എന്നുള്ള ആളല്ലേ പോയിന്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്തോണ്ട് അങ്ങനെയല്ലേ നമ്മളൊക്കെ അയാൾ അറിയുന്നത്. പിന്നെ ആലപ്പുഴയിലെ പശുവിൻ്റെ രൂപത്തെടുത്ത് കുതിര എന്ന് പറഞ്ഞ രാജാറാമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പണ്ട് നമ്മൾ ഗവൺമെൻറ് സർക്കിളിൽ തന്നെ പുച്ഛിച്ച ആളല്ലായിരുന്നു. എനിക്കിപ്പോഴേ വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ ഒക്കെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ഐഡൻറ്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അത് കുറച്ച് ഉൽപ്പതിഷ്ണമാവുകയും ചെയ്തു. അതിനെ ഗവൺമെൻറ് ബാക്കിങ് കൂടി വരുമ്പോൾ പഴയ ഇന്ത്യ അല്ല എന്ന് ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അക്രമാസക്തമായി പോകുമ്പോൾ എപ്പോഴും നമുക്ക് പുതിയ ശത്രുക്കളെ നമ്മൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ വലിയ പ്രശ്നം. ഇത് ഹിറ്റ്ലറിന് ഈ അവസ്ഥ സംഭവിച്ചിട്ടുണ്ട്, മുസോളിനിക്ക് സംഭവിച്ചിട്ടുണ്ട്, സ്റ്റാലിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒക്കെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക ഇന്ന് വലിയ രാജ്യം, അവർ വല്ല ഇറാഖിൻ്റെയൊക്കെ നെഞ്ഞത്തോട്ട് കയറുമെന്നല്ലാതെ അവർ ഇന്ത്യയുടെ അഞ്ഞത്ത് വരെ അവർ കയറാനുള്ള ധൈര്യമല്ല അവർ കാൽക്കുലേറ്റ്. ഇന്ത്യയുടെ അഞ്ഞത്ത് കയറാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ ചിഹ്നം പിന്നാക്കാതെയോ മുസ്ലിംസിനെ ഫണ്ട് ചെയ്യും, പെന്തക്കോസ്തരെ ഫണ്ട് ചെയ്യും, അതുപോലെ ദളിത് മൂവ്മെൻറ്റിനെ ഫണ്ട് ചെയ്യും. എന്നിട്ട് ഇന്ത്യനുള്ളിൽ അൺട്രസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് അവർ ഇന്ത്യൻ്റെ ചിഹ്നം പിന്നാക്കും. ഡീപ് സ്റ്റേറ്റ് പരിപാടി അതാണ്. അല്ലാതെ ബാക്കിയല്ലെങ്കിൽ അവർ ഇന്ത്യയിലിപ്പം മോഡിയൊക്കെ നടത്തുന്ന പല പ്രസ്താവനകൾ അവർക്ക് പിടിക്കുന്നൊന്നുമല്ല. പക്ഷെ അവർ നേരിട്ടൊന്നും പറയില്ലല്ലോ. നേരിട്ടൊരു ഒരു ഉപരോധം വന്ന് ഇതിൻ്റെ പുറത്താണ് പൊക്കാൻ. അത് പിന്നെ അവരെടുത്ത് മാറ്റുകയും ചെയ്തു. അതാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി അത് തന്നെയായിരുന്നു. അതായത് വെറുതെ നമ്മൾ കൂടുതൽ ശത്രുക്കളെ ഇനി ഉണ്ടാക്കണ്ട, ഉള്ള ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാം, അതിനുവേണ്ടി കുറച്ച് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഗാന്ധിയുടെ ഒരു ഐഡിയോളജിയാണ്. പക്ഷേ മോഡിയുടെ അതല്ല.
അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ അയൽരാജ്യങ്ങൾ മുമ്പ് ഫ്രണ്ട്ലി ആയിരുന്ന പല അയൽരാജ്യങ്ങൾ ഇപ്പോൾ ഓപ്പണായിട്ട് ചൈനയുടെ കൂടെ ബംഗ്ലാദേശിൽ ഓൾറെഡി മറ്റേ എലിമെൻ്റ് ഉണ്ടായിരുന്നു. ഈ ശ്രീലങ്കയും നേപ്പാളും ഒക്കെയാണ് ഭയങ്കരമായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. ബംഗ്ലാദേശ് ഈ പട്ടാള ഭരണം വന്നതോട് കൂടിയിട്ട് നമുക്കൊരു കരുതലുണ്ടായിരുന്നു അവരുടെ കാര്യത്തിൽ. പിന്നെ അഫ്ഗാനിസ്ഥാൻ പണ്ട് നമ്മളെ ഫ്രണ്ട്ലി നാഷനായിരുന്നു, പിന്നെ താലിബാൻ പിടിച്ചെടുത്തു. ഇപ്പം പക്ഷേ താലിബാനെ ചാക്കിലിട്ടിട്ടുണ്ട് ഡോവൽ എത്ര കാലം മുന്നോട്ട് പോകുന്നറിയില്ല. അപ്പോൾ ഇതിനൊരു അപകടം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശത്രുക്കളുടെ എണ്ണം കൂടി ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ അവർ കലക്റ്റീവായി തീരുമാനിക്കുകയും ചെയ്താൽ നമുക്ക് അത് വെല്ലുവിളിയാണ്. അതിന് നേരിടാൻ ശേഷി ഇപ്പം ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പം അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് വാജ്പേയിയുടെ കാലത്ത് ആ ശേഷി ഉണ്ടായിരുന്നില്ല. ഇപ്പം ആ ശേഷി ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ശത്രുക്കൾ ലോകത്ത് എല്ലായിടത്തും കൊല ചെയ്യപ്പെടുന്നു. ഇവർ പകരം ചെയ്യാൻ സാധ്യതയുള്ള ഇന്ത്യൻ മാസിനെ, ഇന്ത്യൻ സിവിലിയൻസിനെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. അല്ല, അവർ സോഫ്റ്റ് ടാർഗറ്റാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം ഹാർഡ് ടാർഗറ്റാണ്. നമ്മളല്ല, ഏതോ ഒരു അജ്ഞാതം ചെയ്യുന്ന മൊത്തം ഹാർഡ് ടാർഗറ്റാണ്. പക്ഷേ സിവിലിയൻസ് സോഫ്റ്റ് ടാർഗറ്റാണ്. ഒരു കാര്യം, നമ്മളാണത് ചെയ്തതിന് തെളിവൊന്നുമില്ല, തെളിവില്ല. പക്ഷെ അറിയേണ്ടവർക്ക് അറിയാം, അറിയേണ്ടവർക്ക് തെളിവില്ല. അവർ കൊല്ലപ്പെടുന്നതൊക്കെ ഇന്ത്യയുടെ ശത്രുക്കൾ. അതെ, ചത്തത് കീചകനെങ്കിലാ കൊന്നതൊന്ന് ദുര്യോധനൻ അല്ലെ ഭീമൻ. കുറച്ച് ആളുകൾക്കല്ലേ കീചകനെ കൊല്ലാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ അന്നാ സ്ഥാനത്ത് ദുര്യോധനാണ് സംശയം. ദുര്യോധനൻ പിന്നെ കർണനൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ പുറത്തുള്ള ഭീമൻ മാത്രമാണ്. അപ്പൊ ഭീമനായിരിക്കല്ലോ ഭീമനെ വിട്ട് നാട്ടിൽ കാണാനില്ല, അജ്ഞാത വാസത്തിലാണ്. അപ്പൊ ഭീമനായിരിക്കും. അതാണ് അതിന്റെ ഒരു പിന്നെ ലോജിക്ക്. അതാണ് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് റാപ്പിഡായിട്ട് ഉപരോധങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ മേക്കിംഗ് ഇന്ത്യ പ്രൊജക്ട്, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിൽ വൻതോതിൽ പ്രൈവറ്റൈസേഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയും അതിനെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമം ഇസ്രായേലുമായിട്ട് ഒരു ഭയങ്കര ടൈപ്പ് ഉണ്ടാക്കി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇസ്രായേലുമായിട്ട് ടൈപ്പിന് നമുക്കെതിരെ പലസ്തീൻ വിഷയമാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് വലിയൊരു ത്രെട്ട് ആ രീതിയിൽ ലോകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ അതിശക്തമായ പലതും തിരിച്ചടിക്കാനും ഇടപെടാനും തുടങ്ങിയപ്പോൾ ത്രെട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലസ്തീൻ വിഷയം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യം നടക്കില്ല. അത് ഇസ്രായേലിനെ പോലെ ശക്തിയെങ്കിലും പലസ്തീനിൽ നമ്മൾ നിലപാടൊന്നും മാറ്റിയില്ലല്ലോ. പലസ്തീൻ നിലപാട് മാറ്റിയല്ല. പണ്ട് ഹമാസിന്റെ വിഷയത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും പോകാറുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഹമാസിനെ വളരെ കൃത്യമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. നിലപാട് മാറിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇപ്പോൾ ഹമാസ് തലവേദനുള്ളൂ. ഫത്താ ഇപ്പോൾ അവർക്ക് തലവേദനയല്ല. അബ്ബാസ് അവരുടെ സ്വന്തം ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് തലവേദനയല്ല. അപ്പോൾ ഇസ്രായേൽ ഈ പറഞ്ഞ സ്ട്രാറ്റജിക്കലി നമ്മുടെ ഇസ്രായേലിനെ കൂടെ നിർത്തിക്കൊണ്ട് ഉള്ള ഒരു പോളിസിയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോക ഗവൺമെന്റുകളെ സ്വാധീനിക്കുന്ന ജൂത ലോബി ഇസ്രായേലാണ് അതിൻ്റെ തലവൻ, ഇസ്രായേലികളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തന്ത്രത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രശ്നം മുൾവഴിയിലുള്ള നടത്തമാണ്. എവിടെയെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം. പക്ഷേ ഈ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഈ രാഷ്ട്രീയമായും സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും ഒക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് ഈ പറയുന്നത് പോലെ അമേരിക്കയോ ചൈനയോ ഒക്കെ ആശ്രയിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. ഈ സമയത്ത് അവർ ഇന്ത്യയുടെ ശത്രുത കൂടി വരുത്തി വെക്കുന്നത് പാകിസ്ഥാന് വലിയ ദോഷം ചെയ്യുന്നൊരു കാര്യമല്ല. സപ്പോസ് നിങ്ങൾ ഒരു ഡ്രൈവറാണെന്ന് വിചാരിക്കുക. ഈ നാട്ടിൽ ഏറ്റവും മുതലാളി ചിലപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരായിരിക്കും. എന്തുകൊണ്ടാണ് പറയും? നിങ്ങൾ ഓടിക്കുന്ന വണ്ടി അയാളുടെ ശത്രുവിൻ്റെ വണ്ടിയായിരിക്കും. അപ്പോൾ അയാളുടെ രഹസ്യങ്ങൾ ചോർത്താനോ അയാൾക്ക് വേണമെങ്കിൽ ഒരു പണി കൊടുക്കാനോ പറ്റിയ ആളും നിങ്ങളാണ്. അപ്പോൾ അയാൾ മോഡി വന്നിരിക്കുന്ന വേദിയിൽ തന്നെ ചിലപ്പോൾ നിങ്ങളെ ആദരിച്ചെന്നൊക്കെ വരും. അല്ലെ മോഡിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എന്തെന്ന് വരും. അത് നിങ്ങൾ ആ സമയത്ത് വാല്യുബിളാണ് അയാൾ. അതേപോലെ പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി ഇന്ത്യക്ക് പണി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിരിക്കുന്ന എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളൊന്നല്ല, അതൊന്നുമല്ല തീർച്ചയായും. അപ്പോൾ ഇന്ത്യക്ക് പണി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളെ കയ്യിൽ അസറ്റാണ് പാകിസ്ഥാൻ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. അതാണ് നമുക്കുള്ള ഒരു വെല്ലുവിളി, ഒരു പ്രശ്നം. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. ഇത് 11-10 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.